അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ റാസൽ കൈമയിൽ ഞങ്ങൾ ജബൽ ജയ്സ് കാണാൻ പോയൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളൊരു പുലർച്ചെ സമയത്താണ് പോയത്. നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പായിരുന്നു, സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അപ്പം വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കാണുക. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, എന്നാലും ഇതിൻ്റെ ക്ലൈമറ്റ് അതുപോലെ തന്നെ അവിടുത്തെ വ്യൂസൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, രാവിലത്തെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഒരു പുലർച്ചെ സമയത്തൊക്കെയാണ് ഞങ്ങൾ പോയത്. ഷാർജയിൽ നിന്നാണ് പോയത്, ഞാനും മോളും ഉണ്ടായിരുന്നു. അവിടെ മെയിനായിട്ട് കണ്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ടെൻറ്റ് കെട്ടിയിട്ട് താമസിക്കുന്നതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് ടെൻറ്റിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഞങ്ങൾ അവിടെ എത്താൻ സമയമായപ്പോഴേക്കും ഏകദേശം നേരം വെളുക്കാനായിരുന്നു. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പോയി സൺറൈസ് കണ്ടു. അവിടെ നിന്ന് പെട്ടെന്ന് തിരിച്ചു പോന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. ആ ഒരു തണുപ്പിലും ഒരുപാട് ഫാമിലീസും ഒരുപാട് വണ്ടികളും ഉണ്ടായിരുന്നു കേട്ടോ, സ്റ്റേയിങ്ങിനായിട്ട് വന്നവർ. അതുപോലെ തന്നെ നൈറ്റ് സമയങ്ങളിൽ ബാർബിക്യൂ ഇതൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ചകളും ഞങ്ങൾ കുറേ കണ്ടു. ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ചില പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അടിപൊളിയായിരുന്നു. ഞങ്ങളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്തിയിട്ടില്ല. അതിൻ്റെ ഞങ്ങൾ ഫസ്റ്റ് ഏറ്റവും മുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും മുകളിലെത്താമെന്ന് വിചാരിച്ചിട്ടാണ്. മലയുടെ ഏറ്റവും മുകളിൽ തന്നെ ഞങ്ങൾക്ക് പോയിട്ട് അത് ശരിക്കും കാണാൻ തന്നെ പറ്റി. പിന്നെ ഒരു സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, കുറേ റീൽസൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ കുറേ സമയം അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിലൊക്കെ കുറേ ടെൻറ്റ് കെട്ടിയതായിട്ട് കണ്ട് കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ വെളിച്ചം വെച്ചു, നേരം വെളുത്ത് തുടങ്ങി. സൂര്യനിതാ ഉദിച്ചിങ്ങനെ വരുന്നുണ്ട്. ആ ഒരു വ്യൂവും കൂടെ നിങ്ങൾക്കതിൽ കാണാൻ പറ്റുന്നുണ്ടാവും.
പിന്നെ വീണ്ടും ഞങ്ങൾ അവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോയപ്പം ഒരു പാർക്ക് പോലെയൊക്കെ കണ്ടു. എൻട്രി ഫീ 5 ദിറംസും അങ്ങനെ എന്തോണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ച് പോരാനുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് സൺറൈസ് മാത്രമേ അവിടെ കാണാൻ നിന്നിട്ടുള്ളൂ. പക്ഷേ ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് നടന്ന് കണ്ടു. ഇവിടെ ഏറ്റവും കാണാൻ ഭംഗിയുള്ളതായിട്ട് തോന്നിയത് ആകാശത്തിലെ ആ ഒരു വ്യൂ ആണ് കേട്ടോ. അതിൽ ആ നിറങ്ങളും ഭയങ്കര രസമായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ വിൻഡോൻ്റെ ഉള്ളിലൂടെയൊക്കെ കാണുന്ന ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ആ ഒരു വ്യൂ. അതുപോലെ തന്നെ ഇവിടെ ഉള്ളൊരു വ്യൂ കേട്ടോ അടിപൊളിയായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും ഒരുപാട് വീഡിയോസൊക്കെ എടുത്തൊരു പോയിൻ്റാണിത്. ഇവിടെ നല്ല അടിപൊളിയായിരുന്നു. താഴോട്ട് റോഡിലൂടെ വണ്ടി പോകുന്നതും ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു. അവിടെ നിന്ന് കുറേ കഴിഞ്ഞ് നടന്നപ്പം ഒരു സ്മോക്ക് വരുന്നത് കണ്ടു കേട്ടോ. പോയി നോക്കിയപ്പം ടെൻറ്റിനുള്ളിൽ ഒരാളുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറേ ആട്ടിൻകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെയൊക്കെ കുറേ നടന്ന് വീഡിയോ എടുത്തു. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് വാഷ്റൂം വരുന്നത്. അപ്പോൾ വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര റേറ്റാണ് കേട്ടോ. ചായക്കൊക്കെ നമ്മൾ 1 ദിറംസ് വരുന്ന ചായക്കൊക്കെ ഇവിടെ 5 ദിറംസാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു അവിടുന്ന് തിരിച്ചു പോരുകയാണ്.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവരും കമൻറ്റും കൂടെ ഒന്ന് എഴുതണം കേട്ടോ. കമൻറ്റും കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് അറിയിക്കണേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ പെട്ടെന്ന് വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.